الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള വിശ്വാസികളെ, സഹോദരി സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടണമെന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മിൽ പ്രാർത്ഥന കൊണ്ട് ആവശ്യപ്പെട്ട ഒരുപാട് രോഗികളുണ്ട്. അല്ലാഹു എല്ലാവർക്കും പരിപൂർണ ശിഫ നൽകുമാറാവട്ടെ. വലിയ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് ആഫിയത്ത് നൽകുമാറാവട്ടെ. കഴിഞ്ഞ കുറച്ച് ഖുതുബകളിൽ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇന്ന് പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കരുതേ എന്ന് പറഞ്ഞ ചില കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ബില്ലാഹി തൗഫീഖ്. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു: അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഖസ്റൽ അബ്യദ അൻ യമീനിൽ ജന്ന. അല്ലാഹുവേ, സ്വർഗ്ഗത്തിന്റെ വലതുഭാഗത്ത് എനിക്കൊരു കൊട്ടാരം നീ നൽകണേ എന്ന്. അങ്ങനെ പ്രാസം ഒപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ആ നേരത്ത് അദ്ദേഹം മോനോട് പറഞ്ഞു: യാ ബുനയ്യ സലില്ലാഹിൽ ജന്ന വതഅവദു ബിഹി മിനൻ നാർ. നീ അല്ലാഹുവിനോട് സ്വർഗ്ഗത്തെ ചോദിക്കണം, നരകത്തിൽ നിന്ന് രക്ഷയും ചോദിക്കണം. ഇങ്ങനെ പ്രാസം ഒപ്പിച്ച് പറയാൻ പാടില്ല. അതല്ലെങ്കിൽ അതിന്റെ വിശദീകരണങ്ങളിൽ കാണാം, സാധിക്കാത്ത കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക: അല്ലാഹുവേ, എനിക്ക് നബിയുടെ പദവി തരണേ എന്ന് പ്രാർത്ഥിക്കുക. പാടില്ലല്ലോ, കാരണം അവസാനത്തെ നബി വന്നല്ലോ, ഇനി നബി ഇല്ല. അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുക എന്നുള്ള, ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം മകനോട് പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: സയകൂനു ഫീ ഹാദിഹിൽ ഉമ്മ ഖൗം. ഈ ഉമ്മത്തിൽ പ്രാർത്ഥനയിൽ അതിര് കവിയുന്ന, പ്രത്യേകതരം പ്രാർത്ഥിക്കുന്ന ആളുകൾ ഈ ഉമ്മത്തിൽ നിന്ന് ഉണ്ടാകുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ പാടില്ലാത്ത മറ്റൊരു കാര്യമാണ് അല്ലാഹുമ്മ ഇൻ ശിഇത. അല്ലാഹുവേ, നീ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്ന പദപ്രയോഗത്തോടു കൂടി പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞില്ല: യഖുൽ അഹദുക്കും അല്ലാഹുമ്മ ഉഗ്ഫിർലി ഇൻ ശിഇത. അല്ലാഹുവേ, നീ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് പുറത്തു തരണേ. നമ്മൾ ഒരാളോട് അങ്ങനെ ചോദിക്കുക: നീ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കടം തരണേ, നീ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്നങ്ങനെ പറയാം. പക്ഷെ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കരുത്. ഇർഹംനി ഇൻ ശിഇത. നീ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് കരുണ ചെയ്യണേ. വർസുഖ്നി ഇൻ ശിഇത. നീ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് ഉപജീവനം നൽകണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. പകരം ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടു കൂടി നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. പലപ്പോഴൊക്കെ നമ്മള് നിരാശരായി പറയും: അല്ലാഹുവേ, ഞാൻ കുറേയായി പ്രാർത്ഥിക്കും, ഇനി നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ അത് നൽകണേ എന്ന്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ കുടുംബ ബന്ധം മുറിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. ഒരാൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. എന്താ അറിയോ? അല്ലാഹുവേ, ആ ബന്ധങ്ങളൊക്കെ ഒഴിവാക്കി തരണേ, ആ ഒരു കുടുംബവുമായി ഒരു ബന്ധം ഉണ്ടാവാതിരിക്കണേ, അവര് കല്യാണത്തിന് വിളിക്കാതിരിക്കണേ, സൽക്കാരത്തിന് വിളിക്കാതിരിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന അവസ്ഥ.
ഒരാൾക്ക് അള്ളാഹുവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും, ചിലപ്പോൾ ദുനിയാവിൽ വെച്ചാകാം, അതല്ലെങ്കിൽ ആഖിറത്തിലേക്ക് മാറ്റിവെക്കാം, അതല്ലെങ്കിൽ അവൻ പ്രാർത്ഥിച്ചതിന്റെ അളവനുസരിച്ച് അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തേക്കാം. കുടുംബബന്ധം മുറിക്കാൻ എന്ത് ചെയ്യാൻ പാടില്ല, അയാൾ പ്രാർത്ഥിക്കാൻ പാടില്ല. ആ പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യുക, അല്ലാഹു തആല ഉത്തരം നൽകുകയില്ല. അതിൽ പറഞ്ഞ ഒന്നാണ് തിന്മ ചെയ്യാൻ വേണ്ടി ഒരാൾ പറയാം, ഒരുപാട് പലിശ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊരാൾ പറയാം. അതല്ലെങ്കിൽ ഇന്ന ലഹരി ഒന്ന് ഉപയോഗിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, എല്ലാവരും ഉപയോഗിക്കേണ്ട, അല്ലാഹു എനിക്കും ആ ലഹരി ഒന്ന് ഉപയോഗിക്കാനുള്ള തൗഫീഖ് തരണേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ തെറ്റായ കാര്യങ്ങൾക്ക് എനിക്കും വ്യഭിചരിക്കാൻ അവസരം തരണേ എന്ന് പ്രാർത്ഥിക്കുക. ഇങ്ങനെ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ സ്വന്തത്തിനെതിരെയും മക്കൾക്കും കുടുംബത്തിനുമൊക്കെ എതിരെ പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ പൊതുവെ കാണാറുണ്ട്. മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. ആ ഹദീസിന്റെ ഗൗരവം പറയാനാണ് ആ ഹദീസിന്റെ ആമുഖം ഞാൻ പറയുന്നത്. അദ്ദേഹം പറയാണ്, സിർനാ മഅ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഉസ്വതി ബത്നി ബുവാത്ത്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ബത്നി ബുവാത്ത് എന്ന യുദ്ധത്തിന് വേണ്ടി ഞങ്ങൾ പുറപ്പെട്ടു. ഞങ്ങൾ ദൗർബല്യം കൊണ്ട് എന്താ, 5-6 ആൾക്കാർ ഒരു ഒട്ടകപ്പുറത്തുണ്ടാവും. ഒരാൾ ഇറങ്ങും, അടുത്താൾ മാറും, ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. ഞങ്ങൾ 5-6 ആളുകളുണ്ട്. അങ്ങനെ അതിലൊരു അൻസാരിയായ സഹാബിക്ക് ഒട്ടകപ്പുറത്ത് കയറാൻ ടൈമായി. ഒട്ടകത്തെ മുകളിൽ ആളെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു, ഒട്ടകം ഇരിക്കണമല്ലോ, അയാളെ ഇറങ്ങി. ഇനി ആര് കയറണം, ഈ അൻസാരി കയറണം. അയാൾ കയറി ഇരുന്നപ്പോ എന്ത് ചെയ്യുന്നില്ല അറിയോ, ഒട്ടകത്തിന് എണീക്കാൻ പറ്റണില്ല, അത് കുഴങ്ങിയിട്ടുണ്ട്, ക്ഷീണിച്ചിട്ടുണ്ട്. ഈ സഹാബി എന്ത് പറഞ്ഞോ, ഈ അൻസാരിയായ സഹാബി എന്നൊക്കെ പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു അവരുടെ ഭാഷയിലെ പദപ്രയോഗം. എന്നിട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞു, ഈ ജീവിയെ അല്ലാഹു ശപിക്കട്ടെ എന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഇത് കേട്ട് ചോദിച്ചു, മൻ ഹാദൽ ലഈനു ബഈറാ, ആരാണ് ആ ഒട്ടകത്തെ ശപിച്ച ആളെന്ന്. അയാൾ പറഞ്ഞു, നബിയെ ഞാനാണെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തദഉ അലാ അൻഫുസികും വലാ തദഉ അലാ ഔലാദികും വലാ തദഉ അലാ അംവാലികും ലാ തുവാഫിഖു മിനല്ലാഹി സാഅതൻ യുസ്അലു ഫീഹാ അതാഅ ഫയസ്തജീബു ലക്കും. നിങ്ങൾ ഒരാൾ നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല. സ്വന്തത്തിനെതിരെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ വാഹനത്തിനൊക്കെ ചില ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, വണ്ടി പറ്റ മാറ്റാനായിരിക്കണേ, എന്നാൽ ഈ വണ്ടി എവിടെയെങ്കിലും പോയി തട്ടി ഒരു അപകടം ഉണ്ടായി പിന്നെ എന്താ ചെയ്യുക, അങ്ങോട്ട് മാറ്റായിരുന്നു. ചില ആളുകൾ അങ്ങനെ പ്രാർത്ഥിക്കുക. പുതിയൊരു വണ്ടി എടുക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടാണ്. അവിടെ നമ്മളെ പ്രാർത്ഥന ചിലപ്പോൾ അല്ലാഹു തആല, അല്ലാഹു നമ്മോടുള്ള ഇഷ്ടം കൊണ്ട് ഇങ്ങനെ പെൻഡിങ് ആക്കി, ഇല്ലെങ്കിൽ ഞാനവൾക്ക് ഇവിടെ ഉണ്ടാവും. എന്തൊക്കെ നേരത്തെ എന്തൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, മതിയായിട്ടുണ്ട് ഈ ലൈഫ്, ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി. കുട്ടികളെന്തെങ്കിലും ഉപദ്രവം, ഈ കുട്ടികളെ തീറ്റി പോയിട്ടില്ല വേറെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് നമ്മളല്ലേ. ഇതൊക്കെ അള്ളാഹ് നമുക്ക് ഇങ്ങനെ അഫ്വ് ചെയ്യുന്നുണ്ട്. അള്ളാഹ് ഇതിനൊക്കെ ഉത്തരം തരാൻ നിന്നുണ്ടല്ലോ, നമ്മൾ ആരും കൂടെ ഉണ്ടാവില്ല. മനുഷ്യരെങ്ങാനും പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അള്ളാഹു എങ്ങാനും അവരെ പിടികൂടാൻ തീരുമാനിച്ചാൽ അവരുടെ ആയുസ് എന്നോ തീരേണ്ടതായിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ നമ്മൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യണം, വിട്ടുതരാം. അതുകൊണ്ട് സ്വന്തത്തിനെതിരെ പ്രാർത്ഥിക്കരുത്. ചിലപ്പോ ഷോപ്പൊന്ന് വൈകുന്നേരം അടക്കാൻ നേരത്തെ ഇങ്ങനെ ടോട്ടൽ നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, മതിയായിട്ടുണ്ട് കച്ചവടം, മടുത്തിട്ടുണ്ട്, ഇനി എങ്ങോട്ടെങ്കിലൊക്കെ പോവുകയാണ്. ഭാര്യയും കുട്ടികളും മക്കളും കുടുംബമൊക്കെ ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്യാണ്, അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. ഏത് സമയത്തും നമ്മൾ ശപിക്കുന്നവരാകരുത്, പകരം ഖൈറിനു വേണ്ടി പ്രാർത്ഥിക്കണം. ലാ തദഉ അലാ അൻഫുസികും ഇല്ലാ ബിഖൈർ, നിങ്ങൾ ഖൈറിനു വേണ്ടി അല്ലാതെ പ്രാർത്ഥിക്കരുത്. ഫഇന്നൽ മലായികത യുഅമ്മിനൂൻ അലാ മാ തഖൂലൂൻ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. അങ്ങനെ പറയണം, ഈ ലൈഫൊക്കെ മടുത്തിട്ടുണ്ട്. അപ്പോൾ മലക്ക് പറയും, അങ്ങനെ മടുക്കട്ടെ, എനിക്ക് ഇനി രക്ഷപ്പെടാതിരിക്കട്ടെ എന്ന് മലക്ക് പറഞ്ഞാലോ
അത് സ്വീകരിക്കും. നമ്മൾ ചിലപ്പോൾ സ്വീകരിച്ചോളണമെന്നില്ല. നമ്മൾ ശപിക്കുന്ന ആളുകളാവാൻ പാടില്ല എന്നാണ് അതിൽ പറഞ്ഞ ഒന്നാണ് മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുക എന്നുള്ളത്. മക്കളില്ലാത്ത ആളുകളെ വേദന നമുക്കറിയാം. അല്ലാഹു എല്ലാവർക്കും നല്ല മക്കൾ നൽകുമാറാവട്ടെ. ആ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്നൊരവസ്ഥ മഹാനായ നാസിറുദ്ദീൻ ഇബ്നുൽ ഹൻബലി റിപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവം ഇങ്ങനെ കാണാം. ഇബ്നു നജാ എന്നൊരു മനുഷ്യൻ, അയാൾക്കൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് നല്ല അടിപൊളി കുട്ടിയായി വന്നു. അവൻ്റെ ഒരു പ്രായമൊക്കെ 19-18 വയസ്സായപ്പോൾ അവന് സകല തോന്നിയാസം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ഉപ്പ അവനെതിരെ പ്രാർത്ഥിച്ചു. അവൻ മരണപ്പെട്ടു. മോൻ മരിച്ചപ്പോ ഇയാളൊരു വലിയ ആളാണ്, പ്രധാനപ്പെട്ട ഒരാളാണ്. അപ്പൊ ഇയാളെ മകന് മരിച്ചപ്പോ എല്ലാവരും വന്നു, ജനാസ കാണാൻ വേണ്ടി എല്ലാവരും വന്നു. അവസാനം അവനെ മുസല്ലയിൽ ഇങ്ങനെ കിടത്തി. 19 വയസ്സുകാരനായ മകനെങ്ങനെ മുസല്ലയിൽ കിടത്താൻ മനസ്സിൽ കണ്ടോളേ. ബാപ്പക്ക് അത്രയും പ്രായമായപ്പോൾ ഒരു കസാരട്ട് 19-കാരന്റെ 18-കാരന്റെ ജനാസക്കരികൾ ഉപ്പനെ കൊണ്ടതിങ്ങനെ ഇരുത്തിയ ആൾക്കാര്. അല്ല, നമ്മളെ നാട്ടിലൊക്കെ ചെയ്യൂലേ, ജനാസക്ക് ഇമാം നിൽക്കാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ കുറച്ചേരം ഇങ്ങനെ ഇരുന്ന് ഓതൊക്കെ എടുത്താരെ ബാപ്പ ഹംദും സ്വലാത്തും ചൊല്ലി. നമ്മളാണെങ്കിൽ എന്താ പറയാ, എന്റെ മോന് എന്റെ കരളിന്റെ കഷ്ണമായി മരിച്ചു, നിങ്ങളെല്ലാവരും പൊരുത്തപ്പെട്ടിരിക്കണമെന്നല്ലേ. ആ ബാപ്പ പറഞ്ഞ എന്താ പറയാ, അല്ലാഹുമ്മ ഇന്ന ഹാദാ വലദി ബറഅ മിനൽ ഉംരി 19 സന. അല്ലാഹുവേ, ഈ എന്റെ മകൻ 19 വയസ്സ് ജീവിച്ചു. ലം യദിരി അലൈഹി ഫിഹാ ഖലമൻ ഇല്ലാ ബഅദ 15 സന. 15 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവന് കാര്യബോധത്തിന്റെ വയസ്സെത്തിയപ്പോൾ ബഖിയ ലഹു 3 വർഷമാണ് അവന് ബാക്കിയായത്. ആ 3 വർഷത്തിൽ നിസ്ഫഹാനു പകുതി അവൻ ഉറങ്ങുകയായിരുന്നുണ്ടായിരുന്നത്. ബഖിയ അലൈഹി സനതും വനിസ്ഫ്, ബാക്കിയുള്ള 1.5 വർഷമുണ്ട്. ഈ 1.5 വർഷം കൊണ്ട് എന്നെയും നിന്നെയും പറയിപ്പിക്കുന്ന വൃത്തികേടുകളാണ് അവൻ ചെയ്തിരിക്കുന്നത്. എന്നോട് എന്റെ ഉപ്പ എന്ന നിലയ്ക്ക് അവൻ എന്നോട് ചെയ്ത അനീതികളെല്ലാം ഞാനിതാ പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു. ബാക്കിയുള്ള ഭാഗം നിന്റെ അടുക്കലാണ് റബ്ബേ, നീയും എന്റെ മകന് പൊരുത്തപ്പെട്ടു കൊടുക്കണേ. ഒരു ബാപ്പ മോന്റെ ജനാസക്കടയില്ല. എന്നിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഈ നേരത്ത് അയാൾ ഇപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചതിനു പകരം അയാൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെ ആയിരുന്നില്ല എന്നാണ്. അയാൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയായിരുന്നു അറിയാം. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ്, അദ്ദേഹം അറിയപ്പെട്ട വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി ഇജ്തഅതു അൻ ഉഹദ്ദിബ അലിയ. അല്ലാഹുവേ, എന്റെ മകൻ അലിയെ ഞാൻ അദബ് പഠിപ്പിക്കാൻ കഠിനമായി പരിശ്രമിച്ചു. ഫലമ്മ ഖദിർ അലയ്യ തഅദീബ. അലിക്ക് അദബ് പഠിപ്പിക്കാൻ എനിക്ക് പറ്റിയില്ല. ഫഅദ്ദിബഹു ലി. അലിയെ എനിക്ക് വേണ്ടി നീ അദബ് പഠിപ്പിക്കണേ അല്ലാഹ്. ഞാൻ കുറെ നോക്കി, ബാപ്പയല്ലേ, അതുകൊണ്ട് പറ്റണല്ല. ഇനി അല്ലാഹു എന്റെ മകനെ നീ അദബ് പഠിപ്പിക്കണേ. നമ്മളൊക്കെ എന്തെങ്കിലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമുക്ക് സങ്കടങ്ങളേ ഉള്ളൂ അല്ലേ. കുട്ടികൾ അങ്ങനെ ഞാൻ ഇവിടുന്ന് അധ്വാനിച്ച് പൈസ അയച്ചു എന്താ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാം. പക്ഷെ കുട്ടികൾക്ക് വേണ്ടി ഫുളൈൽ ഇബ്നു ഇയാദ് അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. അവസാനം ദഹബി പറയുന്നുണ്ട്, അല്ലാഹു തആല പ്രാർത്ഥന സ്വീകരിച്ചത് എങ്ങനെ അറിയോ, മിൻ കിബാരിൽ ഔലിയ വകാന ഫിഖത്തുൻ. അലി വലിയ ആബിദായി മാറി. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് പറഞ്ഞ വാക്ക് എന്താ അറിയോ, ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ ഫുളൈൽ ഇബ്നു ഇയാദാണ്. ഫുളൈൽ ഇബ്നു ഇയാദിനേക്കാൾ നല്ല ആള് അലിയാണ്. ആരോടാ പ്രാർത്ഥിച്ചത്? ബാപ്പ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അപ്പൊ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കല്ല വേണ്ടത്, പകരം അവർക്ക് അനുകൂലമായ ഒരു വികൃതിയും കാര്യങ്ങളൊക്കെ എന്തെയും കാണിക്കുമ്പോൾ അവരെ ചേർത്ത് പിടിച്ചു പ്രാർത്ഥിക്കാൻ പറ്റണം. അള്ളാഹു നല്ല മാതാപിതാക്കൾ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്ത നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സമ്പത്തിനെതിരെ എന്ത് ചെയ്യരുത്, പ്രാർത്ഥിക്കരുത്. നമ്മൾ പറഞ്ഞു, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനെ പറ്റി ലൈസൽ മുഅ്മിനു ബിത്തൊആൻ വലല്ല ആൻ. മുഅ്മിനെ കുത്തി പറയില്ല, അവൻ ശപിക്കുന്നവനും അല്ല. ശപിക്കുക, ഏത് കണ്ടാലും ശപിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ദുനിയാവിൽ ശിക്ഷ ചോദിച്ചു വാങ്ങരുത് എന്ന് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതാണ്.
അതേപോലെ തന്നെയാണ് മരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാൻ പാടില്ല. ജീവിതത്തിൽ ഒരുപാട് ടെൻഷനും പ്രശ്നങ്ങളും പ്രയാസവും മടുത്തു ജീവിതം, ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയാത്ത ഒരാളും ഒരു പക്ഷേ ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ഒരിക്കലെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനെ മടുത്തിട്ടുണ്ട് ലൈഫൊക്കെ, ആത്മഹത്യ ചെയ്ത കുറ്റല്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മരിക്കാൻ പേടിയായിട്ടല്ലേ മരിക്കാത്തെന്നൊക്കെ പറയുന്ന ചില കമന്റുകളൊക്കെ പറയുന്ന ആൾക്കാരാണ്. ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കരുത് എന്ന്. ഒരാൾക്ക് ബാധിച്ച വിപത്തിനാൽ മരണത്തെ നിങ്ങൾ ആഗ്രഹിക്കരുത്. മരണമാണ് അയാൾക്ക് ആവശ്യമെങ്കിൽ അയാൾ പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ജീവിതമാണ് എനിക്ക് നല്ലതെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണമേ, മരണമാണ് എനിക്ക് നല്ലതെങ്കിൽ നീ എന്നെ മരിപ്പിക്കുകയും ചെയ്യണമേ. ചില ആളുകളൊക്കെ രോഗികളായി കുറെ കാലം കിടക്കും, എന്നിട്ട് അവരുടെ അടുത്തുനിന്ന് പറയും മരിച്ചിട്ടില്ലാണ് നല്ലേ. അങ്ങനെയല്ല പ്രാർത്ഥന. അല്ലാഹുവേ, ഈ രോഗിക്ക് മരണമാണെങ്കിൽ ഖൈറാണെങ്കിൽ എന്താ സാധാരണ എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിനെ കുറച്ച് ദിവസം ഒരു പരിപാടിക്ക് പോയപ്പോൾ അവൻ എന്നെ ബസ് സ്റ്റാൻഡിലേക്ക് ആക്കി തന്നു. അപ്പം അവൻ പറഞ്ഞു അവൻ്റെ ഉപ്പനെ ഞാൻ ആദ്യമായിട്ട് കാണാൻ 9 വർഷത്തോളം അവൻ്റെ ഉമ്മ സുഖമില്ലാതെ കടന്നു. 9 വർഷത്തോളം. അവൻ പറഞ്ഞു ഉമ്മക്ക് സുഖമില്ലാതെയപ്പോൾ ഞങ്ങൾ എന്താ പ്രാർത്ഥിച്ചിട്ടുള്ളത്, അല്ലാഹുവേ എങ്ങനെയെങ്കിലും ഞങ്ങൾ ഉമ്മനെ ഒന്ന് തിരിച്ചു തരണേ. അത് തിരിച്ചു കൊടുത്തു, എങ്ങനെയെങ്കിലും കൊടുത്തു. 9 വർഷമായിട്ട് തിരിയാനും മറിയാനും പറ്റാതെ ആ ബെഡിലോട് കൊടുത്തു. 9 വർഷം കഴിഞ്ഞ് അവൻ്റെ ഉമ്മയുടെ മരിച്ചപ്പോഴേ അവൻ്റെ ഉപ്പ ആദ്യമായിട്ട് ഞാൻ കണ്ടു. അവൻ്റെ ഉപ്പയെ പുറത്തിറങ്ങിയത് അയാളെ പോയാണ്, സ്വസ്ഥമായിട്ടൊന്ന് പുറത്തിറങ്ങിയത് പോയാണ്. അയാൾ മറ്റൊരു വിവാഹം ചെയ്തിരുന്നു. ആ ഭാര്യ ആദ്യമായിട്ട് പള്ളിയിലേക്ക് വന്നപ്പോൾ ആദ്യ ഭാര്യ മരിക്കേണ്ടി വന്നു. നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചേനെ. സുഹൃത്തുക്കളെ, കുറച്ചു കാലമൊക്കെ പറ്റുള്ളൂ, പിന്നെ നമുക്ക് പറ്റൂല. അതുകൊണ്ട് ഹൈർ മരണാണെങ്കിൽ ഹൈറാക്കണേ, ജീവിതമാണ് ഹൈറെങ്കിൽ ജീവിതമാക്കണേ എന്നും പ്രാർത്ഥിക്കണം. ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക സുഹൃത്തുക്കളെ, പ്രാർത്ഥിക്കാൻ ഒരിക്കലും പാടില്ലാത്ത ഒന്നാണ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ഒരു മകന് നൽകുന്ന ഉപദേശം ഉണ്ടല്ലേ, വഇദ് ഖാല ലുഖ്മാനു ലിഇബ്നിഹി വഹുവ യഅിദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അളീം. ലുഖ്മാനുൽ ഹക്കീം തന്റെ മകന് നൽകുന്ന വസിയത്ത് ഇതാണ്, ലാ തുശ്രിക് ബില്ലാഹ്, മകനെ നീ ശിർക്ക് ചെയ്യാൻ പാടില്ല. ആൾക്കാർക്ക് ശിർക്ക് എന്താ പറയണത്, പുത്തൻ മതക്കാർ പറയാണ് ശിർക്ക് എന്ന് പറഞ്ഞാല് അത് സാമൂഹിക തിന്മയാണ്. സക്കാത്ത് കൊടുക്കാത്തത് ശിർക്കാണ്. മുആവിയ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് മാറ്റി മുലൂക്കിയത്ത് കൊണ്ടുവന്നതാണ് ശിർക്ക് എന്ന് പറയുന്നത്. മൗലൂദും കുത്തുബിയത്തും റാത്തീബിനൊന്നും ശിർക്കില്ല. ക്രിസ്ത്യാനിയായാലും ജൂതനായാലും ഏതായാലും പ്രശ്നമല്ല, അതൊന്നുമല്ല ശിർക്ക് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിച്ച ആളുകളോട് പറഞ്ഞു കൊടുക്കുന്ന സുഹൃത്തുക്കളെ. ലുഖ്മാൻ ഹക്കീം തന്റെ മകന് പറഞ്ഞു ഏറ്റവും വലിയ അക്രമകാരികൾക്ക് ഇന്നശ്ശിർക ലദുൽമുൻ അളീം എന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്. വേറെ ആരോട് നിങ്ങൾ അല്ലാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കാൻ പാടില്ല. വലാ തദഉ മിൻ ദൂനില്ലാഹ് മാ ലാ യൻഫഉക വലാ യദുറുക ഫഇൻ ഫഅൽത ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ. നിനക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ പറ്റാത്ത ഒരു വസ്തുവിനോടും നീ പ്രാർത്ഥിക്കരുതെങ്കിൽ നീ അക്രമിയാവും. വഇയംസസ്കല്ലാഹു ബിദുരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ വഇയുരിദക ബിഖൈരിൻ ഫലാ റാദ ലിഫദ്ലിഹി യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി വഹുവൽ ഗഫൂറുർ റഹീം. നിനക്ക് വല്ല വിപത്തും വന്നാൽ ആ വിപത്ത് നീക്കിത്തരാൻ പറ്റുന്നത് ആരാണോ അവനോടെ നീ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. കാരണം സകല അമ്പിയാക്കളും പ്രാർത്ഥിച്ചത് അവനോടാണ്. ആദ്യത്തെ നബിന്റെ പ്രാർത്ഥന ഉണ്ട് ഖുർആനിൽ. ആരാ? ആദ്യ നബിയാണ് അല്ലേ. ആദ്യ നബി തെറ്റ് ചെയ്തു. നമ്മള് ഖാല റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവിനോടാണ് അവർ പ്രാർത്ഥിച്ചത്. കാരണം എന്തെന്നറിയോ? അല്ലാഹുവാണ് ഖാലിഖ്, ബാക്കി എല്ലാവരും അടിമകളാണ്. ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുകും ഫദഊഹും ഫൽയസ്തജീബൂ ലക്കും ഇൻ കുൻതും സാദിഖീൻ. അല്ലാഹു അല്ലാത്തവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരെല്ലാം ഇബാദുൻ അംസാലുകും
അംസാലുക്കും നിങ്ങളെപ്പോലുള്ള അടിമകളാണ്. ആ അടിമകളാണെങ്കിൽ ദുർബലരാണ്. യാ അയ്യുഹന്നാസ് വരിബ മസലൻ ഫസ്തമിഊ ലഹു. മനുഷ്യരെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധയോടെ നിങ്ങൾ അത് കേട്ടോളൂ. ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ, ലയഖ്ലുഖൂ ദുബാബാ, അവരെ ഈച്ചയെ പോലും ഉണ്ടാക്കിയിട്ടില്ല. വലവിജ്തമഊ ലഹു, സകല മനുഷ്യരും ഒരുമിച്ച് ചേർന്നാലും അതിന് സാധ്യമല്ല. വയസ്ലബുഹുൽ ദുബാബു ശൈആ, ഈ ചവരിൽ നിന്ന് വല്ലതും തട്ടിയെടുത്താൽ ലാ യസ്തൻഖിദൂഹു മിൻഹു ളഅഫത് താലിബു വൽ മത്ലൂബ്, ഈച്ചയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്കത് പറ്റൂല. ഒരു കൊതുക് നമ്മളെ ശരീരത്തിൽ ചോര കുടിച്ചിങ്ങനെ പോയാല് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. ആ കൊതുകിനെ പിടിച്ചു വന്നിട്ട് വീണ്ടും ആ രക്തം നമ്മളെ ബ്ലഡ് ശരീരത്തിൽ കയറ്റാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് അവരൊക്കെ അശക്തരാണ്. മാത്രല്ല അല്ലാത്ത ആരോട് പ്രാർത്ഥിച്ചാലും കഴിയില്ല, അവര് കേൾക്കൂല. നിങ്ങൾ ആരോട് പ്രാർത്ഥിച്ചാലും അവരാരും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയില്ല. ഏതുവരെ നൽകുകയില്ലെന്നോ, ഖിയാമത്ത് നാൾ വരെ നൽകുന്നതല്ല. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ഖിയാമത്ത് നാൾ വരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ അവർക്കാവുകയില്ല. ഒരു വസ്തുവിനെ പോലും സൃഷ്ടിക്കാൻ പറ്റാത്ത അവർക്ക് പകരം അല്ലാഹുവിനോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. വല്ലദീന യദ്ഉന മിൻ ദൂനില്ലാഹ് ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യഖ്ലുഖൂൻ, അവരൊരു ചുക്കും ഉണ്ടാക്കിയിട്ടില്ല. വേറെ സ്ഥലം ഈത്തപ്പന കുരുവിന്റെ പാടന്റെ മുകളിലുള്ള ഈത്തപ്പന കുരുവിന്റെ മുകളിൽ പാട പോലും എന്തിട്ടില്ല, അവരുണ്ടാക്കിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരോടെ പ്രാർത്ഥിക്കാവൂ? അള്ളാഹുവിനോടെ അള്ളാഹുവിന്റെ ഒരു പടപ്പിനോടും പ്രാർത്ഥിക്കാൻ പറ്റൂല. ഏത് പടപ്പായിക്കോട്ടെ, ആ പടപ്പുകൾക്ക് എന്ത് പേരിട്ടാലും അവരോടൊന്നും പ്രാർത്ഥിക്കാൻ പറ്റൂല. എന്നാൽ സുഹൃത്തുക്കളെ, ശിർക്കിന് പോലും നിർവചനങ്ങൾ മാറ്റപ്പെടുമ്പോൾ അത് സൂക്ഷ്മമായി ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ അത് കാണേണ്ടതുണ്ട്. ശിർക്ക് എന്ന് പറയുമ്പോൾ പുതുതായി ഉണ്ടാക്കുന്നതാണ് എന്ന് വ്യാഖ്യാനിക്കുകയും ആദ്യമായി ശിർക്ക് ചെയ്തത് മുആവിയാണെന്നൊക്കെ പറയുമ്പോൾ അത് ഗൗരവപരമായി കാണേണ്ടത് തന്നെയാണെന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഏതു ഘട്ടങ്ങളിലും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാനും അള്ളാഹു പ്രാർത്ഥിക്കരുതേ എന്ന് പറഞ്ഞവ ഒഴിവാക്കാനും കൂടിയുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി കഫാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ മുസ്തഫ വഅലാ ആലിഹി വസഹബിഹി വമൻ വാലാ ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളിൽ ഉൾപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജനങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും നല്ല ആള് ഖുർആൻ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്ന ആളുകളാണ് എന്ന് കാണാൻ പറ്റും. ആ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഒരുപാട് കാര്യങ്ങൾ പണ്ഡിതന്മാർ തെളിവായി കൊണ്ടുവരുന്നുണ്ട്. ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കും ഇടയിലും അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കലാം പഠിക്കാനും അതറിയാനും നമുക്ക് സമയമില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് ജീവിതത്തിൽ തുടർന്നും ഇഹലോകത്തും പരലോകത്തുമൊക്കെ നമുക്കുണ്ടാകുമെന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഏറ്റവും നല്ലവർ അവരാണെങ്കിൽ സുഹൃത്തുക്കളെ, ബാംഗ്ലൂരിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നമുക്ക് ഖുർആൻ പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ ഈ കേൾക്കുന്ന ആളുകളൊക്കെ എവിടെയാണോ ഉള്ളത് അവിടെയൊക്കെ വെച്ച് നമുക്ക് ഉപകാരപ്പെടുത്താൻ പറ്റുക, നമ്മുടെ പരിസരങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുക. നമ്മൾ കഴിഞ്ഞ ആഴ്ച 30 നടത്തിയ നമ്മളെല്ലാ ശനിയാഴ്ചയും രാവിലെ നടത്തുന്ന ക്ലാസ് കൂടുതൽ ആളുകളുടെ സൗകര്യത്തിനു വേണ്ടി ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച രാവിലെ 6:30 തന്നെ മാറ്റിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, പരസ്പരം അറിയിക്കുക. അല്ലാഹു തആല ഏറ്റവും നല്ല ആളുകൾ, ഖുർആൻ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല ആളുകൾ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, പ്രത്യേകിച്ച് ഫലസ്തീൻ ജനത, അല്ലാഹു അവർക്ക് എളുപ്പം പ്രദാനം ചെയ്യുമാറാവട്ടെ. ശത്രുക്കളെ അല്ലാഹു തകർത്ത് തരിപ്പാണമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات
والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات أقل الحاجات توفنا مسلمين والحقنا بالصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار